ഗ്യാസ് വില വർധനയിൽ പ്രതിഷേധവുമായി ഹോട്ടൽ വ്യാപാരികൾ. പാലക്കാട് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ വെച്ചായിരുന്നു പ്രതിഷേധം. ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വില വർധനവ്, ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഹോട്ടൽ ഉടമകളാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വം പാലക്കാട് നഗരത്തിലൂടെ ഈ ഗ്യാസ് സിലിണ്ടർക്ക് മുകളിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ്. ഈ NMR റസാഖാണ് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുമായ NMR റസാഖാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇപ്പോ എത്രത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട്? പ്രതിസന്ധി പൂർണ്ണമായി ഈ മേഖല ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വലിയൊരു പ്രതിസന്ധിയിലായി. കാരണം ഫെബ്രുവരി മാസം അവസാനം 90 റുപ്യണ്ടായ ഗ്യാസ് മെയ് മാസം 1-ാം തീയതി 165 റുപ്യ. എത്ര ശതമാനം വില കൂട്ടിയിരിക്കുന്ന അറിയോ? 1000 രൂപ അവർ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ GST അടക്കം 1150 രൂപയാണ് ഞങ്ങളുടെ മേലെ വന്ന് പതിക്കുന്നത്. ഈ GST എന്ന് പറയുന്ന ആരും അറിയാതിരിക്കുക. 18% GST. ഈ ഭക്ഷണം കൊടുക്കുന്നു എന്ന പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് ഇത്രയും വലിയ GST ആഹാരത്തിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരം കൊടുക്കുന്ന റോ മെറ്റീരിയലിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഗ്യാസ് ലഭിക്കുന്നില്ല, ഉള്ളതിന് തന്നെ വില ക്രമാതീതമായി കൂട്ടുന്നു. കഴിഞ്ഞ 2 മാസമായി ഗ്യാസിന്റെ ദൗർബല്യം കാരണം പല സ്ഥാപനങ്ങൾ അടയ്ക്കുക, ഞങ്ങൾ മെനു പരിഷ്കരിക്കുക, പല മെനുവും കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അടുത്തതായി ഇപ്പോൾ ഇടുത്തി പോലെ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഈ റീത്ത് വെച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ് റീത്ത് വെച്ചിരിക്കുന്നത്. കേവലം ഗ്യാസിനോടല്ല റീത്ത് വെച്ചിരിക്കുന്നത്, ഗ്യാസ് സിലിണ്ടറോടല്ല റീത്ത്. ഈ ഹോട്ടൽ മേഖലയുടെ മേലെ റീത്ത് വെച്ച് ഞങ്ങൾ ഓരോരുത്തരെയും, നിങ്ങൾക്കറിയാം പാലക്കാട് എത്ര ഡിഗ്രി ചൂടാന്നുള്ളത്. ഈ ചൂട്ടിനകത്ത് ഞങ്ങൾ ഒരു അന്നം വിളമ്പുന്ന കൈകൾ സമരവുമായി മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം തീ എവിടെയാണ്, ഞങ്ങളുടെ മനസ്സിനകത്താ തീ. അപ്പോൾ അത്രയും വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ മിൽമ പാലിന് വില വർദ്ധിക്കാൻ പോകുകയെന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ വില കൂട്ടി സർക്കാർ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കമേഴ്സ്യൽ ഗ്യാസ് 15% ഇന്ത്യയിൽ ഉപയോഗത്തിന് കൊടുക്കുന്നുള്ളൂ. 15% മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുള്ളൂ. 85% ഡൊമസ്റ്റിക് ഗ്യാസാണ്. അപ്പോൾ വീടുകളിൽ വാങ്ങിക്കുന്ന ഗ്യാസിന് എന്തുകൊണ്ട് വില കൂട്ടുന്നില്ല? 50 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വില ഇവിടെ കൂട്ടേണ്ടി വരില്ല. 100 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇവിടെ വില കൂട്ടേണ്ടി വരില്ല. ഇതൊരു വ്യവസായ മേഖലയില്ല, ഇതൊരു തൊഴിൽ മേഖലയില്ല. എന്തുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല? ഞങ്ങൾ എന്തോ അതുകൊണ്ട് കാട്ടുകൊള്ള ലാഭം കൊണ്ടുപോവുക. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഹോട്ടലുകളിൽ ലോൺ എടുത്ത് മറ്റുമാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾ നടത്തുന്ന എത്ര ത്യാഗമായ പരിപാടികൾ വരുമെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ പൊതുസമൂഹത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങുന്നൊരു ആൾക്കാരാണ് ഈ ഹോട്ടലുകാരും മറ്റുള്ളവരും. എന്നിട്ട് അവരെ മാത്രം അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും ഈ സർക്കാരുകൾ നമ്മുടെ മേലെ ഇടുത്തി പോലെ ഓരോ കാര്യങ്ങൾ ഇട്ടു തരിക. ഒരു ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗം ആശ്വാസമില്ല. സേവന മേഖലയെന്ന് പറയുക, സേവന മേഖലയുടെ ഒരു ഗുണവും കിട്ടുന്നില്ല. വ്യവസായ മേഖലയാണെന്ന് പറയുക, വ്യവസായ മേഖലയുടെ ഒരു ഗുണവും കിട്ടുന്നില്ല. ഞങ്ങൾ ഈ പ്രതിസന്ധിയാണ്, ഇതൊരു സൂചന മാത്രമാണ്. ഇത് 6-ാം തീയതി ഞങ്ങൾ സംസ്ഥാനം വിട്ടൊക്കെ കടകളടച്ച് സമരം ചെയ്യുന്നുണ്ട്. ഈ സമരം വ്യാപകമായ രീതിയിൽ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതല്ലാതെ കേരളം ഒട്ടുക്കും ഹോട്ടൽ മേഖല എല്ലാം സമ്പൂർണ്ണമായി അടഞ്ഞു കിടക്കാൻ പോകുന്നത്. ബേക്കറികളടക്കം അടഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതും ഒരു സൂചന മാത്രമാണ്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യം പിന്നീട് തീരുമാനിക്കുന്നത്. ഭക്ഷണത്തിന് വില കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും വിലക്കയറ്റാണ്, പൊതുജനങ്ങളെ ബാധിക്കുകയും ചെയ്യില്ല. പിന്നെന്താ സംശയം? ഒരു സുപ്രഭാതത്തിൽ ഉണർന്ന് എണീക്കുന്ന സമയത്ത് എന്താണ് സംഭവം? ഇത്ര കാലം ഏതിലെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കും. ഇന്ന് 2000 രൂപയുള്ള സാധനം നാളെ രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ 3000. 50% വർധന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നല്ല ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഒരൊറ്റ ദിവസം രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ 15 രൂപയുടെ ചായ നാളെ 22 രൂപയ്ക്ക് വിൽക്കണം. എന്നാൽ നിങ്ങൾക്ക് വിറക് ഉപയോഗിച്ചൂടെ എന്നൊരു ചോദ്യം. വിറക് കിട്ടാനേ ഇല്ല, മാർക്കറ്റിൽ വിറക് കിട്ടാനില്ല. ഉള്ള വിറക് ഇനിയിപ്പോൾ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞാൽ വിറകുകാരും വില കൂട്ടും. അല്ല പറയാം, 5 രൂപ 80 രൂപ മേലെയായി ഒരു തൂക്ക് വിറക്. പാലക്കാട് തൂക്കുന്ന പറയാ, ഒരു തൂക്ക് വിറക് 85 രൂപയായി ഒരു തൂക്ക് വിറക് കിട്ടാൻ വഴിയില്ല. എന്തായാലും ഹോട്ടൽ മേഖലയെ തന്നെ ഒരു സ്ട്രക്ചറിൽ കിടത്തി എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾ പറയുന്നത്. നമുക്കറിയാം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് കുത്തനെ ഈ പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് 6-ാം തീയതി ഈ സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ടുകൊണ്ടുള്ള സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.